ചിലപ്പോഴൊക്കെ നമുക്ക് നല്ല ആറ്റുമീൻ കിട്ടാറുണ്ട് കേട്ടോ. നല്ല അടിപൊളി കട്ടളയാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ മീനിന് വലിയ മുള്ളൊന്നും അങ്ങനെ ഇല്ല കേട്ടോ, ചെറുതായിട്ടൊക്കെ ഉള്ളൂ, കുഴപ്പമില്ല. നമുക്ക് ഈ തൂളിയുടെ പോലത്തെ വലിയ മുള്ളൊന്നും ഇല്ല കേട്ടോ. ചിലയിടത്ത് തൂളിക്ക് പുല്ലെന്നും അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പം മീൻ മേടിച്ചിട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞാൽ ഒന്ന് പീസാക്കിക്കൊണ്ട് വരണത്, പുറത്തെ ചെതുമ്പിലൊക്കെ ചെത്തി കളഞ്ഞെല്ലാം സൈഡൊക്കെ വൃത്തിയാക്കി കൊണ്ടുവന്ന് അന്ന് ഒന്ന് പീസാക്കിക്കൊണ്ട് കൂടെ വന്നില്ലല്ലോ എന്നുണ്ട്. ചില സമയത്തൊക്കെ ഇങ്ങനെയാണ് എൻ്റെ കെട്ടിയോ കാണിക്കുന്ന പരിപാടി. സമയമില്ലാന്നും പറഞ്ഞിട്ട് ഇത്രയൊക്കെ ചെയ്ത് കിട്ടിയില്ലോ എന്ന് ഓർത്ത് ഞാനങ്ങ് സമാധാനിക്കുന്നു. പീസാക്കിയാൽ മതിയല്ലോ, അത് വലിയ പണിയുള്ള കാര്യമൊന്നുമല്ല. ചെതുമ്പലും കൊണ്ട് വരുമ്പോഴാണ് ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇപ്പോൾ ഏകദേശം ഒരു 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ സമയമ്പോൾ നമുക്ക് മുറ്റത്ത് ഭയങ്കര വെയിലാണ്. അവിടെ നിന്നൊന്ന് മീൻ വെട്ടാനും എടുക്കാനൊന്നും പറ്റും. പിന്നെ അടുക്കളയിൽ നിന്ന് വേണം, പിന്നെ അത് ഇരട്ടി പണിയാണ്. ക്ലീൻ ചെയ്താണ്. ഇതിൻ്റെ ചെതുമ്പിൽ എത്രയാണെന്ന് പറഞ്ഞാൽ ആ ചെതുമ്പിൽ വലിയ ചെതുമ്പിലായിട്ട് തെറിച്ച് അവിടെ ഇവിടെയൊക്കെ വീഴും. പിന്നെ അത് ക്ലീൻ ചെയ്താണ് ഏറ്റവും വലിയ പരിപാടി. ഇത് പിന്നെ ഇപ്പോൾ പീസാക്കിയാൽ മതി. അങ്ങനെ കട്ടള കൊണ്ടുവന്നു അതെല്ലാം ഒന്ന് പീസാക്കിയൊക്കെ എടുക്കുവാണ്. അപ്പം നല്ല മൂർച്ചുള്ള വിച്ചാതെയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് മീൻ വെട്ടിയെടുക്കാനൊക്കെ എളുപ്പമുണ്ട് കേട്ടോ. പെട്ടെന്ന് നമുക്കത് ചെറിയ ചെറിയ പീസാക്കി ഇങ്ങനെ എടുക്കാം. അപ്പം കുറച്ച് വറുക്കാനും കുറച്ച് കറി വെക്കാനും കൂടെ ഒക്കെ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തലയൊക്കെ ഇട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറച്ച് കനം കുറച്ചാണ് ഞാൻ വറുക്കാനായിട്ട് എടുക്കുന്നത്. റൗണ്ടിൽ തന്നെ മുറിച്ചങ്ങ് എടുക്കുവാണെങ്കിൽ, അല്ലാതെ ചെറിയ ചെറിയ പീസാക്കുന്നൊന്നുമില്ല. ഇവിടെ എല്ലാവർക്കും ഉണ്ടല്ലോ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസാക്കി എടുക്കുന്നൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല. ഇച്ചിരി വലിയ പീസായിട്ടൊക്കെ ഇരിക്കുന്നതാണ് ഇഷ്ടം. ഒരെണ്ണം അതിനെ കഴിക്കാൻ കൊടുത്താൽ മതി. കുഞ്ഞു കുഞ്ഞു പീസാക്കി എടുത്തേച്ച് 2 നേരം ഞണ്ടൊക്കെ കഴിക്കാൻ കൊടുക്കുന്ന നല്ല ഒറ്റ തരം. പിന്നെ കാണാനൊരു ഭംഗിയുണ്ട് ഇതിങ്ങനെ റൗണ്ടിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും. അങ്ങനെ നമ്മുടെ മീനെല്ലാം ഒന്ന് പീസാക്കിയൊക്കെ എടുക്കുവാണ്. ഇനി തലയും കൂടെ ഒക്കെ ഒന്ന് വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ മീൻ വെട്ടലിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. കറി വെച്ചാൽ മതി. അപ്പം കാബേജ് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ കോവയ്ക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഉച്ചക്കത്തേക്കുള്ള മെഴുക്കോട്ടയും തോരനൊക്കെ ഒക്കെ ആയിട്ട് മീൻകറിക്ക് നല്ലതാണ് ഈ കാബേജ് തോരനും കൂടെ ആകുമ്പോഴത്തേക്ക്. അങ്ങനെ മീനെല്ലാം ഒന്ന് വെട്ടിയെടുത്തു. അങ്ങനെ തലയും പീസും എല്ലാം ആയിട്ടും ഒന്ന് കറി വെച്ച്. ഞാൻ കറി വെക്കുമ്പോൾ എപ്പോഴും ഇച്ചിരി മല്ലിപ്പൊടി കൂടുതൽ ചേർക്കാറുണ്ട് കേട്ടോ. പക്ഷേ അത് മല്ലിയുടെ ചൊവയോ അല്ലെങ്കിൽ മല്ലിപ്പൊടി കൂടുതൽ ചേർത്താണെന്നൊന്നും മീൻകറി കണ്ടാൽ തോന്നത്തില്ല. എന്നാലും നമുക്കൊരു ഇച്ചിരി എരിവ് കുറഞ്ഞിരിക്കുക. ഇവിടെ സാധാ മുളക് പൊടിയിട്ടാണ് എപ്പോഴും കറി വെക്കുന്നത്. അങ്ങനെ അവിടെ മീനകത്ത് മുളക് പൊടിയും ഉപ്പും എല്ലാം ചേർത്ത് നല്ല അടിപൊളി കുടംപുളി, ഈ പ്രാവശ്യം എടുക്കുന്ന കുടംപുളി നല്ല അടിപൊളി കുടംപുളിയാണ് കേട്ടോ. ഒറ്റ കഷ്ണം ഇട്ടാൽ മതി, നല്ല പുളിയാണ്. അങ്ങനെ അത് മീൻകറി അടുപ്പിലാക്കി വെച്ചു, മീൻ വറക്കാനുള്ളതൊക്കെ പുരട്ടി വെച്ചു. അങ്ങനെ നമ്മുടെ മീൻകറിയൊക്കെ സെറ്റായി. ഇനി ചില പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ അടിപൊളി കറിയായി. അപ്പോൾ അങ്ങനെ നമ്മുടെ മീൻകറി എല്ലാം സെറ്റായി. എന്നിട്ട് നമ്മുടെ കാബേജെല്ലാം അടുപ്പിലോട്ട് വെച്ചു. ഉച്ചയ്ക്ക് നമ്മൾ പെട്ടെന്ന് ഒരു ധൃതി വെച്ചുള്ള അടുക്കളയിലുള്ള പാചകമായിരുന്നു കേട്ടോ ഇന്ന്. എന്നാന്ന് വെച്ചാൽ ഒട്ടും സമയമില്ലായിരുന്നു. ഉച്ചയ്ക്ക് ചേട്ടൻ ഉണ്ണാനായിട്ട് വരും, അതുകൊണ്ട് ധൃതി വെച്ച് എല്ലാം പെട്ടെന്ന് ചെയ്യണമായിരുന്നു. അങ്ങനെ മീൻകറി എല്ലാം സെറ്റായി. ഇനി ഇച്ചിരി പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീൻകറി എല്ലാം അടിപൊളിയായി. കട്ടള കറി വെച്ച് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ഗ്രേവിക്ക്. കഴിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം. ചിലരൊന്നും ഈ ആറ്റുമീൻ അങ്ങനെ കഴിക്കില്ല കേട്ടോ, പക്ഷേ കഴിച്ചിട്ടുള്ളവർക്കറിയാം അതിൻ്റെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മുടെ മീൻകറിക്ക് തന്നെയൊക്കെ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇനി മീൻ വറുക്കാനും കൂടെ വെച്ചു. പിന്നെ കാബേജ് തോരനായി. അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ കോവയ്ക്ക മെഴുക്കുവരട്ടിയായി. കാബേജ് തോരൻ തന്നെ തേങ്ങ ചതച്ചിട്ടല്ല കേട്ടോ ഞാൻ വെക്കുന്നത്. ഞാനല്ലാതെ തേങ്ങ മാത്രം ചുമ്മാ ഇങ്ങനെ തേങ്ങ ചേർത്താണ് വെക്കുന്നത്.